വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനും ഡീലിമിറ്റേഷൻ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 3 ബില്ലുകളിൽ ലോക്സഭ വൈകാതെ വോട്ടെടുപ്പ് നടത്തും. ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ ഇന്നലെയാണ് സഭയിൽ എത്തിയത്. 2023 പാർലമെൻറ്റ് പാസാക്കിയ നാരി ശക്തി വന്ദൻ അധിനിയം അഥവാ വനിതാ സംവരണ നിയമം നടപ്പിലാക്കുന്നതിന് വഴിയൊരുക്കാൻ എന്ന് വ്യക്തമാക്കിയാണ് NDA സർക്കാർ ബിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് വനിതാ സംവരണ ബിൽ അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. വനിതാ സംവരണം മറയാക്കി മറ്റു പലതും നടത്താനുള്ള നീക്കമാണെന്നാണ് രാഹുലിൻ്റെ ആക്ഷേപം. അധികാരത്തിൽ തുടരാനുള്ള BJPയുടെ തന്ത്രമാണിതെന്ന് രാഹുൽ പറയുന്നു. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് അധികാരം തട്ടിയെടുക്കാനുള്ള പദ്ധതിയാണ് ഇത് എന്നും കുറ്റപ്പെടുത്തുന്നു. അതേസമയം ബില്ലിനെ എല്ലാവരും പിന്തുണയ്ക്കണമെന്നാണ് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുന്നത്. എല്ലാ സംശയങ്ങൾക്കും യുക്തിസഹമായ മറുപടി നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള സമയമാണിത് എന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ബില്ല് BJPക്ക് ഒരു രാഷ്ട്രീയ നേട്ടമാകുമോ? അതോ പ്രതിപക്ഷത്തിന് കരുത്തു തെളിയിക്കാൻ ഇത് ഒരു അവസരമാകുമോ?